ഈ വചനമേറ്റു പറയുക. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും ബോധപൂർവം. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് കൂടി കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഇപ്പം ചിന്തിച്ച് നോക്കുക. ദൈവമേ, വ്യക്തിപരമായി കർത്താവ് ചൊരിഞ്ഞ എത്രയോ അനുഗ്രഹങ്ങളാണ്. എന്ത് പകരം കൊടുക്കും? എന്ത് പകരം കൊടുക്കും? എന്താണ് പകരം കൊടുക്കുക? ചോദിച്ചിരിക്കുക, എന്ത് പകരം കൊടുക്കും? ഇവിടെ മധ്യാഹ്നത്തെ സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാം തന്നെ അത്ഭുതകരമായ സാക്ഷ്യങ്ങളായിരുന്നു. കർത്താവിൻ്റെ വീര്യ പ്രവൃത്തികൾ ഓരോ മക്കളും അനുഭവിച്ചാണല്ലോ കേട്ടത്. ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവങ്ങൾ, എല്ലാവർക്കും അനുഭവങ്ങളുണ്ട്. ചോദ്യമാണ്, ഇതിനെന്ത് നീ പകരം കൊടുക്കും? എന്താ പകരം കൊടുക്കുക? ഇത്രയുമില്ല, ഇരുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ചു എന്താ പകരം കൊടുക്കാൻ പറ്റുന്നത്? ഇരിക്കുക. സങ്കീർത്തനം 116:13 വചനമാണത്. 13, 14, 15. വിശുദ്ധ സുവിശേഷം അധ്യായം 14, 13 മുതൽ വചനങ്ങൾ. യേശു ഇത് കേട്ട് അവിടെ നിന്നും പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ചൊരു വിജനസ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ് ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിൽ രോഗികളെ അവൻ സുഖപ്പെടുത്തി. ശയനമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു, ഇതൊരു വിജന പ്രദേശമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അതെൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകടിൽ ഇരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗ്ഗത്തിലേക്ക് നോക്കി ആശീർവദിച്ചു. അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തനായി. ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ടം നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ഓളം പുരുഷന്മാരായിരുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ കേട്ടത്. മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ വേദിയിൽ ഇവിടെ ഈ സ്റ്റേജിൽ വന്നതിന് ശേഷം കിട്ടിയ വചനമാണിത്. ഈശോടൊന്നും അത് കേട്ട് പിൻവാങ്ങി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അടുത്ത വചനമാണ്, അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിൽ രോഗികളെ അവൻ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. യേശുവിന് പിന്നാലെ പോകുന്നൊരു ജനക്കൂട്ടം. ഒരു വിജന സ്ഥലത്തേക്ക് യേശു പോയതാണ്. പക്ഷെ അതറിഞ്ഞ ജനമെല്ലാം അവിടെ ചെല്ലുകയാണ്. ഇതിനെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുകയാണ്, നിങ്ങൾ ഇത്രയും ദൂരത്തു നിന്നെല്ലാം ഇവിടെ വന്നപ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് സ്വർഗത്തിൻ്റെ പരിശുദ്ധിയെ ഈ മണ്ണിലേക്ക് കൊണ്ടുവരാൻ ഫാത്തിമ മാതാവിലൂടെ ദൈവം നിശ്ചയിച്ചപ്പോൾ ഈ വലിയ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഇതൊരു അനുഗ്രഹമാക്കി തീർക്കാൻ കടന്നു വന്ന നിങ്ങളോട് ഓരോരുത്തരുമുള്ള സ്വർഗത്തിൻ്റെ അനുകമ്പ
യേശുവിൻ്റെ അനുകമ്പ, പിതാവിൻ്റെ അനുകമ്പ. അന്ന് 5,000 പേരെ അതിൽ 15,000 പേരെ തീറ്റുപോറ്റിയെങ്കിൽ ഇന്ന് സ്വർഗത്തിൻ്റെ ഭോജ്യം, സ്വർഗത്തിൻ്റെ ആഹാരം, പരിശുദ്ധാത്മാ അഭിഷേകവും ജ്ഞാനത്തിൻ്റെ അഭിഷേകം എല്ലാം ശക്തിയോടെ ദൈവം ഇന്ന് ഓരോരുത്തരുടെ മേലും നിറച്ച് സമർത്ഥമായിട്ട് അയച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കേണ്ട ഒരു നേരത്തെ ആഹാരത്തെക്കാൾ ഉപരിയായി നമ്മുടെ ആത്മാവിൻ്റെ ജീവനായ ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ആത്മാവ് സമൃദ്ധമായി നിങ്ങളുടെ മേലെല്ലാം അയക്കപ്പെട്ട് കഴിഞ്ഞതാണ് ഈ നിമിഷങ്ങളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവിനെ ദൈവം ചൂട് പിടിപ്പിച്ചിരിക്കുകയാണ്. തോന്നുന്നുണ്ടോ? ഉണർവ് കിട്ടിയോ? ഹല്ലേലൂയ. അതാണ് ചോദിച്ചത്, ഇതിന് പകരമായിട്ട് എന്ത് കൊടുക്കും? ആമേൻ. ദൈവം നമുക്ക് നൽകിയ നന്മകൾക്ക് പകരമായി നീ എന്ത് കൊടുക്കും? അതുകൊണ്ട് ചോദ്യമാണ്, നീ എന്ത് കൊടുക്കും? ഉത്തരം കിട്ടിയാൽ നമുക്ക് എന്താണ് പറഞ്ഞവർ എഴുന്നേറ്റ് വന്നേ. എന്നെ തന്നെ പൂർണ്ണമായും കൊടുക്കുമെന്ന് പറഞ്ഞവർ എഴുന്നേറ്റ് വന്നേ. അവർ മാത്രമേ എഴുന്നേക്കാവുള്ളൂ. എൻ്റെ പൊന്നു ചേട്ടാന്മാരെ, നിങ്ങൾ പറഞ്ഞോ? കേട്ടില്ല. പറഞ്ഞവരുടെ എല്ലാം കർത്താവിൻ്റെ കാര്യം വരട്ടെ. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത് അതാണ്, നമ്മളെ കൊടുക്കുക കർത്താവിന്. കഴിഞ്ഞ വയസ്സുശ്രീ കർത്താവിൻ്റെ ദാസിയും ഇത് തന്നെയാണ് പറഞ്ഞു വന്നത്. നമ്മൾ എണ്ണ പറ്റിയ വിളക്കാകരുത്, കരിന്തിരി കത്തുന്നവരാകരുത്. വിളക്കിലെ എണ്ണ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് കരിന്തിരി കത്തും, പുക വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ നിൻ്റെ ആത്മീയ അവസ്ഥ എന്താണ്? പക്ഷെ ഇന്നും ദൈവം നിങ്ങളിലേക്ക് എണ്ണ ഒഴിച്ചു. നിങ്ങളെ കരിന്തിരി കത്തി ആ തിരിയെ കർത്താവ് കത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ എഴുന്നേറ്റേക്ക് എല്ലാവരും, നിങ്ങളെ മാത്രം എല്ലാവരെയും കൈവിടുത്തിൽ തന്നെ സ്തുതിക്കാം, നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കും ദൈവമേ, നന്ദി, ആരാധന, സ്തോത്രം അങ്ങേക്കും മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. നമ്മുടെ ജീവിതം നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കണം? വാസ്തവത്തിൽ സ്വയം ചിന്തിച്ച് നോക്കണം. നമ്മുടെ ജീവിതം എന്തിനാണ്? നിങ്ങൾ നോക്കുമ്പോൾ കുടുംബമുണ്ട്, മക്കളുണ്ട്, പങ്കാളികളുണ്ട്, അല്ലെ മാതാപിതാക്കൾ. എപ്പോഴും നമ്മുടെ ചിന്ത പോകുന്നത് അങ്ങോട്ടാണ്. പക്ഷെ വാസ്തവത്തിൽ ഇത് ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകേണ്ട ഈ ലോകത്തിൻ്റെ സമ്പത്തിനെ കുറിച്ച് അതിനെക്കുറിച്ച് നമുക്ക് ടെൻഷനും ആകുലതയും ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ നമ്മൾ തോറ്റവരാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ആകുലപ്പെടേണ്ടത് നിങ്ങളുടെ ചുറ്റുപാടും ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെ ഓർത്തുകൊണ്ടാണ്. ദൈവത്തെ അറിയാതെ, വചനമറിയാതെ ഇരുട്ടിൽ ജീവിക്കുന്ന, പാപത്തിൽ ജീവിച്ച് നശിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മനുഷ്യർ, എന്തിന് സ്വന്തം കുടുംബത്തിൽ ഇന്നും കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത നാശത്തിൽ പോയിക്കൊണ്ടിരുന്ന എത്രയോ മക്കളുണ്ട്. നമുക്ക് അവരെക്കുറിച്ച് ആകുലതയുണ്ടോ? വാസ്തവത്തിൽ നമ്മൾ പറയും പ്രാർത്ഥിക്കണം എന്ന് പറയും. നിങ്ങൾ ബലിയർപ്പിക്കാമെന്ന പുരോഹിതൻ, അദ്ദേഹം ഒരു രൂപതയിലെ ഇത്ര വർഷങ്ങളായിട്ട് ഒരു പ്രധാനപ്പെട്ട പുരോഹിതനാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനുണ്ടായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ. ഞാൻ അവനെ ഒത്തിരി വർഷം കൂടി കാണുക, എൻ്റെ സ്വന്തക്കാരൻ തന്നെയാണ്. പക്ഷെ ഞാൻ ആളെ കണ്ടിട്ടില്ല, ചെറുപ്പത്തിൽ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ച, ദൈവമേ, കർത്താവ് വാസ്തവത്തിൽ അവനോട് കൊണ്ടുവന്ന് ഇന്ന് വിശ്വസ കണ്ടു ആളോട് വന്നിട്ട്. കാരണം അവിടെയെല്ലാം കിടക്കുന്ന വേറൊരു പരപ്പുണ്ട്. സഭ എതിർത്ത എൻ്റെ സഹോദരൻ, മീൻസ് എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങൾ അവിടെയുള്ള അവരുടെ അറിവതാണ്, സഭ എതിർത്തതാണ്. അതുകൊണ്ട് പേടിയാണ്. അങ്ങനെ മാറിയപ്പോൾ അനേകം ആൾക്കാരുണ്ട്, ഇപ്പോഴും മാറി നിൽക്കുന്നവരുണ്ട്. പക്ഷെ അവിടെ ഞാൻ ഓർത്ത്, കർത്താവ് ഇന്ന് ഒരു വ്യക്തിയോട് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ആളെ. ഒത്തിരി സന്തോഷം വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സ്വന്തം രക്തമാണ്. പക്ഷെ ഈ മണി കൊണ്ടുപോയി കർത്താവ് ഇടവരുത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയും എൻ്റെ ആകുലതയും എൻ്റെ ഭാരങ്ങളെല്ലാം സത്യം പറഞ്ഞ അതാണ്. ദൈവമേ, എങ്ങനെ ഈ രക്ഷ സാധ്യതമാക്കും? എങ്ങനെ യേശുവിന് രണ്ടാം വരുമ്പോഴും മുൻപ് ഈ ജനം, ഇന്ന് ഈ തലമുറ ഇതുപോലെ നശിച്ചുകൊണ്ടിരുന്നാൽ, യേശു ഇപ്പോൾ വന്നാൽ എത്ര പേർ രക്ഷപ്പെടും? എത്ര കോടിക്കണക്കിന് മനുഷ്യരെ നശിക്കാൻ പോകുന്നത്? അത് നഷ്ടപ്പെടുത്തരുത്. ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകരുത്.
എത്രയോ കൊടിയ പാപം ചെയ്ത് നശിച്ചവരാണ്, അതിഭീകരമായി പ്രവർത്തിച്ച് നശിച്ചവരാണ് അനേകം ആളുകൾ. അതുകൊണ്ട് അവർ നശിച്ചു പൊക്കോട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാൻ വെക്കാൻ പറ്റില്ല. അവർ മരണശേഷം അവർ അനുഭവിക്കുന്ന അതികഠിനമായ പീഡകൾ അത് അവരുടെ വിടുതലാണ്. അവരുടെ പാവപരിഹാരം ദൈവം കാരണമായിട്ട് എടുക്കണം. അത്രമാത്രം അവർ പീഡിപ്പിക്കപ്പെടുന്നു. ഇനി കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഈ ഭൂമിയിൽ വേർപെട്ടുകൊണ്ട് പിതാക്കന്മാരുണ്ട്, രക്ഷപ്പെടാത്ത ആത്മാക്കൾ ഇനി എത്രയോ കോടിക്കണക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വേറെ ഇതിൽ എടുക്കേണ്ടതില്ല. ഈശോ പറഞ്ഞ വചനം അതിന് അടിസ്ഥാനമാണ്. മർക്കോസയുടെ 20 വചനം, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ തിന്മയും എല്ലാ അശുദ്ധിയും പുറപ്പെടുന്ന. എല്ലാം അവിടെ കുറേ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം പുറകെ നിൽക്കുന്നത് അശുദ്ധാത്മാക്കളാണ്. അവരുടെ സ്വാധീനം ഉള്ളിൽ ഹൃദയത്തിലുണ്ട്. നമുക്ക് അതുകൊണ്ടാണ് ഭാരങ്ങൾ അസ്വസ്ഥകൾ ഉണ്ടാകുന്നത്. നമുക്ക് അതുകൊണ്ടാണ് ടെൻഷൻ ഉണ്ടാകുന്നത്, സമാധാനമില്ലാത്തത്. ഈ തിന്മ ഉള്ളി കൂടി അശുദ്ധാത്മാക്കളുടെ സ്വാധീനം ഉള്ളി കിടപ്പുള്ളത് കൊണ്ടാണ്. നിങ്ങളിവിടെ വന്നപ്പോൾ ഇന്ന് കർത്താവ് ചോദിച്ചതൊരു കാര്യം ഇതാണ്: പരിശുദ്ധ അമ്മയെ പ്രതി ഉന്നതം അയക്കപ്പെട്ട അഭിഷേകം നിങ്ങൾ അനേകം തലമുറകളെ പൊക്കിയെടുത്തവിടെ പറിച്ചെടുത്തവിടെ ഹൃദയങ്ങളെ കർത്താവ് വിടുവിച്ച് വിശുദ്ധീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് തൻ്റെ ആത്മാവിനെ അവിടുന്ന് ഊറ്റി സമൃദ്ധമായിട്ട് കർത്താവ്, അനുകമ്പയുള്ള ദൈവം, കരുണയുള്ള കർത്താവ് തൻ്റെ പരിശുദ്ധിയെ പകർന്ന്, ആത്മാവിനെ പകർന്ന് നിങ്ങളെ അനുഗ്രഹിച്ചു, ഓരോരുത്തരെയും അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് ആരാധന, സ്തോത്രം, ഗ്ലോറി, ആരാധന. ഹല്ലേലൂയ. ഇരുന്നു കൊള്ളുക. ഇവിടെ ഏതാനും വ്യക്തികൾ പറഞ്ഞു, പക്ഷെ അവർ പറഞ്ഞവർക്ക് ഒത്തിരി പ്രായമുള്ളവരോ, എന്നാലും കുഴപ്പമില്ല, ഞാൻ എന്നെ കർത്താൻ കൊടുക്കുമെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ സമർപ്പണം അതാണ്. ഇവിടെ 3-4 പുരുഷന്മാർ എഴുന്നേറ്റ് വന്നു, അവരെങ്ങനെ പറഞ്ഞായിരുന്നു, കേട്ടില്ല, പക്ഷെ അവർ പറഞ്ഞ് എഴുന്നേറ്റ് വന്നു. ഏറ്റവും വലിയ സമർപ്പണമാണത്. ഇന്നലെ പ്രഭാതത്തിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് തലേദിവസത്തെ 2 യാത്രയുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് എൻ്റെ മുറിയിൽ അവിടെ ഈശോയുടെയും പരിശുദ്ധ മാതാവിൻ്റെയൊക്കെ രൂപങ്ങളിരിപ്പുണ്ട്. അപ്പം ഞാൻ എൻ്റെ മുമ്പിൽ പോയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാനവിടെ ചെന്ന് ഇരുന്ന നിമിഷം തന്നെ വളരെ ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ ആത്മാവ് പിതാവുമായുള്ളൊരു വലിയൊരു അനുഭവത്തിലേക്ക് കടന്നു പോവുകയാണ്. അതങ്ങനെ ലഭിക്കുന്നൊരു അനുഭവമല്ല, വളരെ റെയറായിട്ട് മാത്രം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിങ്ങനെ അതിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ പിതാവിൻ്റെ ഭയങ്കരമായ സ്നേഹം ഇങ്ങനെ എന്നെ പൊതിയെ ഞാൻ അറിയുകയാണ്. വലിയൊരു പ്രകാശ വലയം, ഒരു പ്രകാശത്തിൽ ഞാനിങ്ങനെ ആയിരിക്കുന്നു. ആ സ്നേഹം എന്നെ നിറയുന്നു. ഞാൻ പെട്ടെന്ന് ഞാൻ പറയും, പിതാവേ, ഞാൻ അങ്ങയുടേതാണ്, ഞാൻ അങ്ങേക്കുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, പിതാവേ, ഞാൻ അങ്ങേക്കുള്ളത്, ഞാൻ എൻ്റേതല്ല, ഞാൻ അങ്ങയുടേതാണ് പിതാവേ. അങ്ങേക്ക് എന്നെക്കുറിച്ചുള്ള ഹിതം എന്താണോ അതങ്ങ് നിറവേറ്റി തരണമേ. ഞാൻ നിൽക്കുന്നു ഇവിടെ, എന്താണ് അങ്ങയുടെ ഹിതം, അത് നിറവേറട്ടെ. വളരെ പെട്ടെന്ന് ചിന്തൻ്റെ ഉള്ളിൽ വരികയാണ്, എനിക്ക് എൻ്റെ മേലെ യാതൊരു അവകാശവും ഇല്ല. കാരണം ഞാൻ തന്നെ കണ്ടുമുട്ടുന്നതിന് 37 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മരിച്ചവനാണ്. ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചവനാണ്. ജീവിതം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചവനാണ്. അങ്ങനെ അന്ന് ഞാൻ പിശാചിൻ്റെ കടിയിൽപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടൊരു ആത്മാവായിട്ട് മാറുമായിരുന്നു. എൻ്റെ ദൈവനെ വിട്ടുകൊടുത്തില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ദൈവമേ, ഞാൻ മരണത്തെ മരിക്കാൻ ആഗ്രഹിച്ചവനാണ്. പക്ഷെ കർത്താവാണ് എന്നെ രക്ഷിച്ചത്. യേശുവേ, അവിടുന്നാണ് എന്നെ വീണ്ടെടുത്തത്. ഞാൻ അങ്ങയുടേതാണ്. എൻ്റെ മേൽ അങ്ങയ്ക്ക് മാത്രമേ അധികാരം അവകാശവും ഉള്ളൂ. അവിടെ അങ്ങയുടെ ഹിതം അങ്ങയിൽ നിറവേറ്റണമേ. ഏതാനും സമയം ഞാൻ എൻ്റെ ആ ഒരു വലിയ ദൈവസ്നേഹ അനുഭവത്തിൽ ഞാനങ്ങനെയായിരുന്നു. അതിനുശേഷം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താണ് ഇന്ന് പ്രത്യേകമായിട്ട് കർത്താവ് ഇന്ന് അനുഗ്രഹിച്ച് ഇങ്ങനെ ഒരു അഭിഷേകം കാരണം എന്താണ്? ഇന്നലെയാണ് സംഭവം. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോരാനുള്ള രാവിലെ നേരത്തെ ഇവിടെ എത്താൻ ആഗ്രഹിച്ചുകൊണ്ട്
യാത്രയ്ക്ക് തയ്യാറാക്കുമ്പോഴാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ഒരമ്മയാണ് വിളിക്കുന്നത്. അവരുടെ മകൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഹോസ്പിറ്റലാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നതാണ്, ഫോണിലൂടെ പ്രാർത്ഥിച്ചിരുന്നു. വളരെ എങ്ങനെ ഇവിടെ വരെ എത്താൻ പറ്റുമോ, അത്രയും മോശമായിട്ട് വിളിക്കുക എന്ന് പറഞ്ഞു. ഇത് കുറേ ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലിലാണ്. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റില്ല, മുഴുവൻ സമയവും വോമിറ്റിങ്, ഒരു മണം അടിക്കാൻ പറ്റില്ല, ലൂസ് മോഷൻ, ഇല്ലാത്തൊരു അസുഖങ്ങളില്ല. ഡോക്ടർമാരെ പലവിധ മരുന്ന് മാറി മാറി കൊടുക്കുന്നു, ഒന്നും ശരീരത്തിൽ പിടിക്കുന്നത്. അവരും മടുത്തു ദിവസങ്ങളായിട്ട്. സാധാരണ രീതിയിൽ ഒരു അസുഖം വരുമ്പോൾ എന്നെ വിളിക്കും, ഞാൻ പ്രാർത്ഥിക്കും. ചിലപ്പോൾ അരമണിക്കൂർ പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും. അത് കഴിയുമ്പോഴേക്കും ഫ്രീ ആകും. പക്ഷേ ഇതിനു മുമ്പ് 2 ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചെങ്കിലും യാതൊരു തരത്തിലും മാറ്റം ഉണ്ടായില്ല. അപ്പം ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. ഞാൻ അവിടെ ചെന്ന് അവർ ഒരു ഹോസ്പിറ്റൽ ഒരു മുറിയിലാണ്. അവരുടെ അപ്പനുണ്ട്, അമ്മയുണ്ട്, രോഗിയായ കുട്ടിയുണ്ട്. അവരെല്ലാം നമ്മുടെ കൂട്ടായ്മയിലുള്ളവരാണ്, ഫിഡിസറാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ പാടി ആരാധിക്കാൻ തുടങ്ങി. ഒരു അരമണിക്കൂർ ഞാൻ പാടി ആരാധിച്ചു, വലിയ ശബ്ദമില്ലാതെ. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. ഇയാൾ ബ്ലാങ്കറ്റ് പൊതിച്ച് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, കയ്യിലെ നീഡിൽ 2 കൈയിലും മറ്റേ കൈ ബാൻഡേജ് കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം അവിടെ നേരത്തെ നീഡിൽ കുത്തിയിട്ട് ഉണ്ടായ സ്വെല്ലിങ്ങാണ്, നീര് വന്നിട്ട് ബാൻഡേജ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ വിളിച്ചപ്പോൾ ഒരു ഞരങ്ങി, ഒരു ഞരക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ഒന്നും മിണ്ടാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. അരമണിക്കൂർ ഞാൻ ആരാധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ വ്യക്തി ഇങ്ങനെ കൈകൊണ്ട് കാണിക്കണം, ആംഗി കാണിക്കുകയാണ്. അമ്മ ഓടിച്ചെന്നു, എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. അമ്മ താങ്ങി എഴുന്നേറ്റിരുന്നു. പിന്നെ ആ പ്രാടി ആരാധിച്ചുകൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോഴേക്കും ആള് കട്ടിലേന്ന് കാല് താഴോട്ടിട്ടു, താഴെ എഴുന്നേറ്റ് നിന്നു. അമ്മ പിടിച്ചുകൊണ്ട് നിർത്തി. വളരെ അയാളൊരു 1.5 മണിക്കൂർ സമയം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് പോരുമ്പോൾ അപ്പൻ, അമ്മ, ഈ മകൾ മൂവരും കൂടെ എന്നെ യാത്രയാക്കാൻ വേണ്ടി വണ്ടി കിടക്കുന്ന സ്ഥലം വരെ നടന്നു പോകും. ഹല്ലേലൂയ. ഞാൻ അവിടുന്ന് ഇവിടെ പോരുമ്പോൾ എൻ്റെ ഉള്ളിൽ വരികയാണ് ഇന്നലെ രാവിലെ എല്ലേക്ക് വന്ന ഒരു അഭിഷേകം. അത് വലിയൊരു സ്നേഹത്തിൻ്റെ അഭിഷേകമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാനുള്ള പോകുന്നത്, ഈ സ്നേഹമാണ്, ഈ അഭിഷേകമാണ് പിതാവിൽ നിന്ന് യേശുവിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഓരോ നിമിഷത്തിലും. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ, യേശു ആരുടെ അടുക്കൽ അവരൊക്കെ സൗഖ്യപ്പെട്ടത് അങ്ങനെയാണെന്ന് എനിക്കൊരു അറിവ് വന്നു. യാത്രയുടെ സമയത്ത് ഞാൻ ചിന്തിക്കുകയായിരുന്നു. പക്ഷേ വാസ്തവത്തിൽ ഇന്നലെ അത് ഞാൻ കാണുകയാണ്. ആ ഒരു അഭിഷേകം എനിക്ക് മനസ്സിലായി. ആ ഒരു വ്യക്തിയെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കടന്നു പോകുന്നത്. കാരണം ഞാനവിടെ വലിയ പ്രാർത്ഥനയൊന്നും നടത്തിയില്ല. പക്ഷെ അഭിഷേകം ഇവിടെ ഇറങ്ങി ചെന്നപ്പോഴേക്കും ജീവൻ പ്രാപിച്ച് സുഖപ്പെട്ടവരായിട്ട് അവർ കടന്നുപോയി. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണിലടയ്ക്കാം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, പിതാവേ, ഞാൻ അങ്ങയുടേതാണ്, പൂർണ്ണമായി ഞാൻ അങ്ങയുടേതാണ്. അങ്ങയുടെ ഹിതം അതിൽ നിറവേറപ്പെടണം. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കും, നിങ്ങളോട് പറയും, നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധനങ്ങളായി മാറുകയാണ്. പലപ്പോഴും ദൈവത്തിലേക്ക് വരാൻ പറ്റുന്നില്ല, കർത്താവിനോട് ജീവിക്കാൻ പറ്റുന്നില്ല. എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ ചുറ്റുപാടിലും അന്ധകാരത്തിൽ ജീവിക്കുകയാണ്. അവർക്കൊരു വെളിച്ചമാകാൻ, പ്രകാശമാകാൻ വേണ്ടി കർത്താവ് നൽകിയ അഭിഷേകം അത് നിന്നിൽ ഉറഞ്ഞു കിടക്കുകയാണെന്ന്. ഉറങ്ങുന്നു, പ്രവർത്തിക്കുന്നില്ല. അത് മറ്റുള്ളവരിലേക്ക് പകരാൻ പറ്റുന്നില്ല. മറ്റുള്ളവരുടെ അടുക്കൽ ചെന്നൊരു വാക്ക് യേശുവിനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട്? എല്ലാവരെയും ഉൾപ്പെടുത്തി ഞാൻ പറയാം. ചിലരുണ്ട് തീക്ഷ്ണതയുള്ള ആളുകൾ, ഇല്ലെന്നല്ല, അവരോട് ഞാൻ അഭിമാനിക്കുകയാണ്. വളരെ തീക്ഷ്ണതയുള്ള ആളുകൾ എവിടെയും ചെന്ന് ആരോടും ചെന്ന് വചനം പറയും, ഈശോയെക്കുറിച്ച് പറയും. നമ്മളുണ്ടാകേണ്ട ആ ഒരു ഉണർവുണ്ടാകണം. ദൈവമേ, എനിക്ക് നൽകുന്ന അഭിഷേകം അത് എന്നിൽ നിന്ന് പിന്നെ വീണ്ടും നടത്തുറഞ്ഞു പോകാൻ വിട്ടുകൊടുക്കരുതേ. എൻ്റെ ആത്മാവിന് ഉണർവ് നൽകണമേ കർത്താവേ. എൻ്റെ ആത്മാവിനെ ഉണർത്തിക്കൊണ്ട് എനിക്ക് ലഭിച്ച ഈ വെളിച്ചത്തെ പകർന്നു കൊടുക്കാൻ, അന്ധകാരത്തിൽ കിടക്കുന്ന മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവേ അങ്ങനെ സഹായിക്കണമേ. ഉണർവിൻ്റെ ശക്തി എനിക്ക് തരണമേ. ജ്വലനത്തിൻ്റെ ശക്തി എനിക്ക് തരണേ കർത്താവേ. എൻ്റെ ആത്മാവിനെ ജ്വലിപ്പിക്കണമേ. കൈകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണിലടയ്ക്കാം. നിങ്ങളെ അവിടെയെല്ലാം ഞെരുക്കുന്ന പ്രശ്നങ്ങൾ, ഞെരുക്കുന്ന അടിമകളും അശുദ്ധാത്മാക്കളുമാണ്. ഞാനിപ്പോഴും കണ്ണോട് പറയാം, നിങ്ങൾക്ക് നന്മ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും
അത് സാധിക്കുമല്ലാത്ത വണ്ണം നിങ്ങൾ ഞെരുക്കപ്പെടുകയാണ്. അതിന് പിന്നെ നിൽക്കുന്ന നിങ്ങളുടെ തലമുറകൾ തന്നെ അടിമകളാണ്. കർത്താവിൻ്റെ അഗ്നിയുള്ളിൽ ഇറങ്ങിച്ചെന്ന് ഏതെല്ലാം മക്കൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, തീരുമാനമെടുക്കുന്നു. പക്ഷേ ഒരു ചൂട് മുന്നോട്ട് വയ്ക്കുമ്പോൾ 10 ചൂട് ഫ്രോട്ട് പോകുന്നത് പോലെ ആത്മാവിൽ വളരാൻ പറ്റുന്ന ഉയർച്ച ഉണ്ടാകുന്നില്ല. ഇവിടെ എല്ലാം ഇവരെ കീഴ്പ്പെടുത്തുന്ന അടിമകളും തലമുറകളും ബന്ധിക്കപ്പെടണം. അവരെല്ലാം വിട്ടു മാറണം, കീഴടങ്ങണം. അതിന് തക്കവണ്ണം പ്രാർത്ഥനകൾ ഉണ്ടാകണം. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന ഉയർന്നെങ്കിൽ മാത്രമേ കർത്താവ് ഉദ്ധരിക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് വ്യക്തിപരമായ പ്രാർത്ഥന ഇല്ലെങ്കിൽ, നിങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥന വളരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറകെട്ട ഉപ്പായിട്ട് തന്നെ ഇരിക്കും. പ്രാർത്ഥിക്കാൻ സമയമില്ല നിങ്ങൾ പറയരുത്. സമയം കണ്ടെത്തണം. സമയം കൊണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സമയത്തെ ക്രമപ്പെടുത്തി തരണമേ, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, പ്രാർത്ഥിക്കാനുള്ള സമയം എനിക്ക് ക്രമപ്പെടുത്തി തരണമേ. 2, നിങ്ങൾ പറയും ഈ പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല. ആ ഭാരം നിന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കാത്ത ആ പൈശാചിക ശക്തിയെ തകർത്ത് കളയുവാൻ നിനക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയും പറഞ്ഞുകൂടെ, കർത്താവേ എന്നെ രക്ഷിക്കണമേ. ഈ സങ്കീർത്തന വചനങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കാൻ അറിയില്ല. എത്രയോ സങ്കീർത്തന വചനങ്ങളുണ്ട്. ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കുന്ന. ഇവിടെ ആ പ്രിൻസ് എന്ന സഹോദരൻ പറഞ്ഞു, അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വന്നത് സങ്കീർത്തന വചനങ്ങളാണ്. അവരോട് നിലവിളിക്കുക, രക്ഷിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന. സങ്കീർത്തന വചനങ്ങൾ എന്തുകൊണ്ട് സങ്കീർത്തനങ്ങൾ വായിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കൂടാ? വചനമാണത്. ആ വചനം നിങ്ങൾ വായിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങളുടെ മേൽ വിടുതലായിട്ട് മാറും. നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന് പറയരുത്. അതിന് വഴി കണ്ടെത്തണം. ഇനി പ്രാർത്ഥിക്കാൻ പറ്റുന്ന നിങ്ങൾ പാടി ആരാധിക്കണം. ഇനി പാടാൻ പറ്റുന്നില്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ വചനങ്ങൾ എടുക്കുക, അത് വായിക്കുക. അതിനകത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ദാവീദിന് അനേകം വചനങ്ങളുണ്ട്. അത് ഏറ്റുപറഞ്ഞു. ആ സങ്കീർത്തന വചനം നിങ്ങൾ ഏറ്റുപറഞ്ഞ് നോക്കിക്കേ. ആ വചനം ജീവൻ പ്രാപിക്കും. നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും, സൗഖ്യം കിട്ടും. കയ്യിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. സ്തുതിക്കുന്നതുമേ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി. ദൈവരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി എഴുന്നേൽക്കാം. വേനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. ജീവനേകുന്ന ദൈവവചനം മാനസാന്തരമാർഗമായി. ജീവനേകുന്ന ദൈവവചനം മാനസാന്തരമാർഗമായി. യേശുവേഗ വിമോചകനെന്നും വിശ്വമാകെ ഉദ്ഘോഷിക്കാൻ. യേശുവേഗ വിമോചകനെന്നും വിശ്വമാകെ ഉദ്ഘോഷിക്കാൻ. ദൈവരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ
പോൽ ശക്തിയേകി നയിക്കേണേ. അത്ഭുതങ്ങളും എല്ലാവരും യേശുവിൻ തിരുനാമത്തിൽ അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ ദൈവരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടും. സ്ലീഹന്മാര് നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കേണേ. എല്ലാവരും സ്ലീഹന്മാരിൽ നിറഞ്ഞ ദാഹമോട് ശക്തിയേകി നയിക്കേണേ. സ്ലീഹന്മാര് കൈവൃത്തി പിടിച്ചുകൊണ്ട് പോൽ ശക്തിയേകി നയിക്കേണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കേണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കേണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കേണേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ 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 ആത്മാവേ പരിശുദ്ധാത്മാവേ. തന്നെ വീണ്ടും സ്തുതിക്കാം പ്രവൃത്തി പിടിച്ചുകൊണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ മഹത്വം, നന്ദി, ആരാധന, സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നന്ദി ദൈവമേ, സ്തോത്രം അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ ഗ്ലോറി. ആരാധന ആരാധന ആരാധന, സ്തോത്രം സ്തോത്രം. ദൈവകൃപ വലതുകരം ശിരസിപ്പിക്കാം, ഇടതുകരം നെഞ്ചിലിപ്പിക്കുക. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ദൈവത്തിൻ്റെ മക്കളായി റോമ 8:14 വചനം, ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്.
ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ വചനത്താൽ നയിക്കപ്പെടണം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വഴി നടത്തിപ്പ് ഉണ്ടാകൂ. എന്നാൽ അടിസ്ഥാനപരമായി ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുക. അതനുസരിക്കുമ്പോൾ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയും. വചനം അനുസരിക്കാത്തൊരു വ്യക്തി ഒരിക്കലും ആത്മാവ് നിറവ് ഉണ്ടാകില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നല്ല നയിക്കും, വഴി നടത്തുകയാണ് എല്ലാ മേഖലകളിലും. ഇവിടെ ബഹുമാനപ്പെട്ട പുരോഹിതൻ പറഞ്ഞ കാര്യം, ദൈവമെല്ലാം കർത്താവെല്ലാം അങ്ങനെ ഒരുക്കി ക്രമപ്പെടുത്തി തരികയാണ്. ഓരോരോ സമയം സാഹചര്യം വരുമ്പോൾ ദൈവമെല്ലാം നടത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. സത്യമാണ് വാസ്തവത്തിൽ. നമ്മളെല്ലാം ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ ദൈവം മുൻകൂട്ടി എല്ലാം കണ്ടുകൊണ്ട് ക്രമപ്പെടുത്തും കാര്യങ്ങൾ. എല്ലാം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് നടത്തിപ്പ് നമുക്ക് ഉണ്ടാകണം. പ്രശ്നങ്ങൾ നമ്മൾ പതറിപ്പോകേണ്ടവരല്ല. പ്രശ്നങ്ങളെല്ലാം ജീവിക്കാൻ പറ്റില്ല. നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളെ തകർത്ത് കളയാനും വേണ്ടിയിട്ട്. പ്രാർത്ഥിക്കാൻ വന്നിട്ട് പ്രശ്നങ്ങളാണല്ലോ എന്നോർത്ത് ഓടിപ്പോകല്ലോ ചെയ്യേണ്ട, മറിച്ച് അവിടെയാണ് കർത്താവിൻ്റെ ദാസിയുടെ പ്രഘോഷിച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെ എടുത്തു പറഞ്ഞുകൊണ്ട് ആ ശത്രുവിനെ ബന്ധിക്കാനുള്ള നിന്റെ ഉണർവ് അതുണ്ടാകണമെന്നില്ല. അഭിഷേകം ഉണ്ടാകണം. അഭിഷേകമില്ലാണ്ട് ബന്ധിച്ച് ഒന്നും ബന്ധിക്കപ്പെടത്തില്ല. സ്പിഡേഴ്സിൻ്റെ കൂട്ടായ്മയിലുള്ളവരുടെയും മറ്റുള്ള കരിസ്മാറ്റിക്കാരുടെയും വ്യത്യാസം അതാണ്. ഒരു സ്പിഡേഴ്സുകാരൻ അവൻ വിശ്വസ്തനായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിക്കുന്നെങ്കിൽ അവൻ കെട്ടുന്നെല്ലാം കെട്ടപ്പെട്ടിരിക്കും. പക്ഷെ പുറമേക്കുള്ളൊരു മനുഷ്യൻ പ്രാർത്ഥനക്കാരനായിരിക്കാം, പക്ഷെ ബന്ധിക്കാനുള്ള ധൈര്യം കാണില്ല, പലപ്പോഴും ഭയമാണ്. പക്ഷെ ഒരു സ്പിഡേഴ്സുകാരനും ഒന്നിനെയും ബന്ധിക്കാൻ ഭയപ്പെടുന്നില്ല. അഭിഷേകമുള്ള ആളുകൾ നിങ്ങൾ അഭിഷേകത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴും കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോകുമ്പോഴും ശക്തി ചോർന്നു പോവുകയാണ്. വ്യക്തിപരമായ പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ, ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾ ശൂന്യരായി പോവുക, ശുഷ്കരായി പോവുകയാണ്. അതാണ് ശത്രുവിന് ആവശ്യമുള്ളത്. നിങ്ങൾ ശക്തന്മാരാകരുത്. ശത്രുവിൻ്റെ ആവശ്യമാണ്. ഇഷ്ടംപോലെ ഞെരുക്കങ്ങൾ, പ്രശ്നങ്ങൾ തരികയാണ്. നിങ്ങൾ മടുത്തു പോവുകയാണ്. ദൈവമേ വയ്യ, മടുത്തു പോകുന്നു, പ്രാർത്ഥിക്കാൻ വയ്യ. ഇവിടെ നമ്മുടെ ശക്തിക്ക് അതീതമായി ഒന്നും ദൈവം തരുന്നില്ല. വചനം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശക്തിക്ക് അതീതമായിട്ട് ഒന്നും തരാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. എൻ്റെ ഉള്ളിലുള്ളവൻ, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഉള്ളിലുള്ളവൻ്റെ ശക്തിയാൽ, അധികാരത്താൽ ലോകത്തിലുള്ളവരെ ഞാൻ കീഴ്പ്പെടുത്തും, ഞാൻ ജയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം, ഗ്ലോറി, സ്തോത്രം, ഗ്ലോറി. ആരാധന, ആരാധന. ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി. ചേർന്ന് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. തൻ്റെ ദാസി രാവിലെ പറഞ്ഞ കാര്യമുണ്ട്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് പറയും. എടുത്തുള്ള എന്തായിരുന്നത്? നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞാലും നിങ്ങളുടെ നാവുകൊണ്ട് പറഞ്ഞാലും എനിക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങളുടെ അവകാശമാണ്. അത് നിങ്ങൾ പറയണം. അത് വചനമായതുകൊണ്ടും അഭിഷേകത്തിൻ്റെ അധികാരമായതുകൊണ്ടും ശത്രുവോടെ ബന്ധിക്കപ്പെട്ടു. ഹല്ലേലൂയ. ആ വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ എന്ന് വിചാരിക്കരുത്. ഈ പറഞ്ഞാൽ സംഭവിക്കണം. അതിനുള്ള അഭിഷേകത്തിൻ്റെ നിറവിൽ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് ഈ ഒരു കൂട്ടായ്മ ഒരുക്കപ്പെട്ടത് വളരെ സങ്കീർണമായൊരു സാഹചര്യത്തിൽ നമുക്കറിയാം. ലോകത്തെ മുഴുവൻ തന്നെയും ഞെടുക്കിയ വലിയ വേദനയിലേക്ക് തള്ളിവിട്ട ഒരു ദിവസങ്ങളാണ് കടന്നുപോയതെല്ലാം. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സഭയിൽ വന്ന പ്രഖ്യാപനങ്ങൾ, അത് ചാനലുകൾ, മാധ്യമങ്ങൾ നൽകിയ വിവരങ്ങളാണ് എല്ലാവരും തകർത്ത് കളഞ്ഞത്. ഇപ്പം നിങ്ങൾ തകർച്ചയിലാണോ നിൽക്കുന്നത്?
നമുക്ക് നിങ്ങൾ എത്ര പേര് കേട്ട ആ ഒരു ഓഡിയോ? എന്തായിരുന്നു എൻ്റെ പേര്? സഹരക്ഷകയും മധ്യസ്ഥയും. എത്ര പേര് കേട്ടത്? ഓക്കെ, അനേകം പേര് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ കാര്യം, നിങ്ങൾ കേട്ടു, നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ കേട്ടിട്ടില്ലാത്ത ലക്ഷക്കണക്ക് മനുഷ്യ ലോകത്തുണ്ട്. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ അതിലൂടെ. അത് സാത്താൻ്റെ വലിയൊരു വിജയമായിരുന്നു വാസ്തവത്തിൽ. രണ്ട് കാര്യം. ഒന്ന്, എനിങ്ങനെ പറയും, വാസ്തവ സഭ അങ്ങനെ ഒരു തീരുമാനം പറയാൻ പാടില്ലായിരുന്നു. കാരണം ഇതിനു മുമ്പ് അനേകം മാർപ്പാപ്പന്മാർ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. യേശു പരിശുദ്ധ കന്യാമറിയം സഹരക്ഷയാണ് കോറിഡോൺട്രിക്സ് എന്ന വാക്ക് ഉപയോഗിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരിയേറെ മാർപ്പാപ്പന്മാർ 908 മുതൽ വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പം പെട്ടെന്ന് വന്നിട്ട് സഹരക്ഷയല്ല, അങ്ങനെ പറയരുത്, മധ്യസ്ഥയല്ല എന്ന ഒരു ഇത് വരുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ സംശയമാണ് വന്നത് വാസ്തവത്തിൽ. പക്ഷെ ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥന ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പം സഭയെ ഭരിക്കുന്ന ഒത്തിരി കൗൺസിലുകളുണ്ട്. ഓപ്പർ തീരുമാനം എടുത്താലും ഈ കൗൺസിലിൽ ഇരിക്കുന്ന കർദിനാളന്മാരൊക്കെ പറ്റില്ലെന്ന് പറഞ്ഞാൽ ബോബിന് ചെയ്യാൻ പറ്റില്ലത്. അപ്പം അങ്ങനെ ഒരവസ്ഥ അതെല്ലായിടത്തും രൂപതകളിലുണ്ട്. അവിടെയുള്ള കൗൺസിലർമാർ അച്ഛന്മാരുണ്ട്. അവർ ബിഷപ്പിനോട് പറയുക അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ ബിഷപ്പിന് മിണ്ടാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു നിയന്ത്രണത്തിൻ്റെ മേഖല എല്ലായിടത്തും ഉണ്ട്. ഞാനിങ്ങനെ മനസ്സിലാക്കുകയാണ്, ഈ കഴിഞ്ഞ കാലങ്ങൾ, ഈ കഴിഞ്ഞ 500 വർഷക്കാലം, എല്ലാവരുടെയും പരാതി 500 വർഷക്കാലം കൊണ്ട്, അത് 1500 മുതൽ സഭയിലുണ്ട പിളർപ്പിന് ശേഷം പെന്തക്കോസ്താ സഭകൾ ശക്തി ആർജിച്ചു. അവർ വളർന്നു. അവരിന്ന് ലോകത്ത് ഏതാണ്ട് 100 കോടിക്ക് അടുത്ത് അവരുണ്ട്. കത്തോലിക്കരാകട്ടെ 100 കോടിയിൽ മുകളിലുമുണ്ട്. ഇപ്പോൾ 500 വർഷക്കാലം കൊണ്ട് അവരിത്രയും വന്നപ്പോൾ പലരുടെയും ചിന്തയാണ്, പലരുടെയും തെറ്റായ ധാരകളും ബോധ്യങ്ങളുമാണ് പരിശുദ്ധ കന്യാമറിയമാണ് ഇതിൻ്റെ കാരണം. പരിശുദ്ധ മറിയത്തോടുള്ള അമിതമായ വണക്കമാണ് പെന്തക്കോസ്ത് സഭയെ വളർത്തുന്നത് എന്നൊരു അറിവ് ഉണ്ട്. അത് ശരിക്കും ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു വ്യക്തി അയച്ച ഒരു കുറേ നീളമുള്ള ഒരു സന്ദേശമുണ്ട്. കുറേ കുറ്റം പറഞ്ഞുകൊണ്ട് ഇതിനെതിർത്ത് സഭയെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം, മാതാവിനെതിരായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ഈ ധ്യാനകേന്ദ്രങ്ങൾ പോലും പരിശുദ്ധ മാതാവിന് അമിതമായ സ്ഥാനം കൊടുത്തു, ജപമാലകൾ ആശ്രയിച്ചു. അതിന് ഉത്തരം ഞാൻ കൊടുക്കുന്നുണ്ട്. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ധ്യാനകേന്ദ്രങ്ങൾ, കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രങ്ങൾ എന്തുകൊണ്ടായിരിക്കാം മാതാവിന് ഉന്നതമായ സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ കൂടുതൽ ജപമാല ചൊല്ലാൻ ഇടയായത്? ആരാവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? അവിടെ പരിശുദ്ധാത്മാവാണ്. അത് പരിശുദ്ധ മറിയത്തെ ഉയർത്താൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ചെയ്ത പ്രവൃത്തിയാണ്. പക്ഷേ അതുപോലും മറ്റുള്ള മനുഷ്യർ കുറ്റമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു വശത്ത് ഈ പെന്തക്കോസ്താ സഭകൾ ഇങ്ങനെ ശക്തമായിട്ട് വളരുകയാണ്. ഇപ്പോൾ സഭയിലെ ഉന്നത അധികാരികൾ അവർ കണ്ടൊരു ഉത്തരമാണ് പരിശുദ്ധ അമ്മയെ നമ്മളിങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അനേകം ആൾക്കാർ സഭയിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് സഭയ്ക്ക് വളർച്ചയില്ലാത്തത്. ഇതിനായ ഒരു അറിവ് സഭയിൽ അനേകം പേർക്കുണ്ട്. ഒരു സഭയുടെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടൊക്കെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ എതിർക്കുന്നില്ല. പക്ഷെ പെന്തക്കോസ്താ സഭകളെയും അവരുടെ രീതികളെയും ഒക്കെ അനുകൂലിക്കുന്ന അനേകം ആൾക്കാർ കത്തോലിക്ക സഭയ്ക്കകത്തുണ്ട്. അപ്പോൾ അവരുടെ വളർച്ചയെ കണ്ടു ഭയന്നിട്ടാണ് കത്തോലിക്ക സഭയ്ക്ക് വളർച്ച ഇല്ലാത്തതിൻ്റെ ഈ കാരണം കൊണ്ടാണ് എന്നുള്ളൊരു തെറ്റായ അറിവിലാണ് ഇപ്രകാരം ഒരു നടപടിയിലേക്ക് അവർ നീങ്ങിയത്. ഇതിനൊരു യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു സാഹചര്യം ലോകത്തിലില്ല. വാസ്തവത്തിലെ സഭ, കത്തോലിക്ക സഭ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വന്ന് വചനപ്രകാരം ജീവിക്കാൻ ജനത്തെ പഠിപ്പിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വലിയ ശക്തി കത്തോലിക്ക സഭയ്ക്കത്തുണ്ടാകുമായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ ഈ സഭയ്ക്കകത്തായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എല്ലാം ജീവിതം എന്തുമാത്രമാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. അതിൻ്റെ അടിസ്ഥാനമായ കാരണം എന്താണ്? വചനമനുസരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു അറിവും ബോധ്യമാണ് സഭയ്ക്ക് ഉണ്ടാകേണ്ടത്. അതല്ലാതെ മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് വളർന്നു പോകുന്നു, അത് നമ്മളിവിടെ മാതാവിനോട് കൂടുതൽ സ്ഥാനം കൊടുത്തിട്ടാന്ന് ഇങ്ങനെയുള്ള ഉന്നതരായ കർദിനാൾമാരൊക്കെ ഉണ്ട് എതിർ പറയുന്നവർ. അപ്പോൾ അവരൊക്കെ പറയാണ് അതുകൊണ്ടാണ് പ്രശ്നം, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി താഴ്ത്തിയേക്കാം. അങ്ങനെയുള്ള അറിവിൽ നിന്നാണ് ഇപ്രകാരം ഒരു നിർദ്ദേശം സഭയിൽ വന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
അതിനകത്ത് ലിയോ 14 നിശബ്ദനായി ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ആ ഒരു രേഖയെക്കുറിച്ച് ചാനലൊക്കെ പറഞ്ഞപ്പം 2 ദിവസങ്ങളൊന്നും അറിയില്ല, എന്താ സംഭവിച്ചൊന്നും അറിയില്ല. ചാനലിലൂടെ കേട്ട വാർത്തകളാണ്, സോഷ്യൽ മീഡിയകളിലൂടെ വരുന്നു. പക്ഷെ അവിടെ എൻ്റെ ഉള്ളിൽ തീരുമാനം വന്നു, സ്പിരിറ്റ് ജീസസിനെ കർത്താവ് അയച്ചിരിക്കുന്നത് സഭയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇങ്ങനെ തീരുമാനം എടുത്താൽ പോലും അതിനെതിരായി യുദ്ധം ചെയ്യും, പക്ഷെ അതിനെ അവിടെ തകർത്ത് കളയും എന്നൊരു ചിന്ത, ഒരു തീരുമാനം ഉള്ളിലേക്ക് വരികയാണ്. നമ്മുടെ വിളി അതാണ്. ഹല്ലേലൂയ. കാരണം നമ്മൾ ഒരിക്കലും, അതുകൊണ്ടാണ് നമ്മളെ ഒന്നിനും കീഴ്പ്പെടുത്താതെ, അധികാരങ്ങൾ കീഴ്പ്പെടുത്താതെ ദൈവം ഒരു തനിയ ഒരു കൂട്ടായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും പുരോഹിതന്മാരുടെ കീഴിലോ ഇപ്പോൾ സഭയ്ക്ക് എന്താണ് ആവശ്യം, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഫാദർ ഉണ്ടാകണം, പിന്നെ അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ കർത്താവ് ഇന്ന് വരെ ഒരൊറ്റ പുരോഹിതന്മാരെ പോലും സ്പിരിറ്റ്സിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇതിനെ നടത്താൻ അനുവദിച്ചിട്ടില്ല. കാരണം നമ്മളെ നയിക്കുന്ന പിതാവിൻ്റെ ഹിതം അത് നമ്മളിലൂടെ അവിടുന്ന് നടപ്പിലായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ഒരു വലിയ ബോധ്യവും വിശ്വാസവും നമുക്ക് നമ്മൾ ചിന്തിക്കല്ലോ, ദൈവമേ ഈ പ്രശ്നം തീരത്തുള്ളൂ, സഭയുടെ പ്രശ്നം തീരത്തില്ല, നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരുപക്ഷെ അവസാനം വരെ അങ്ങനെ പോകേണ്ടി വന്നാൽ പോലും ഞാൻ ഇങ്ങനെ ആയിരിക്കും, എൻ്റെ രക്ഷ, എൻ്റെ ആത്മാവിൻ്റെ രക്ഷ. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വർഷങ്ങൾക്കിടയിൽ എത്രയോ പ്രശ്നം സഭയിൽ നിന്നുണ്ടായി. കുദാശലം മുടക്കി, എന്തെല്ലാം പ്രശ്നം, വിവാഹങ്ങൾ മുടക്കി, ജ്ഞാനസ്നാനം കൊടുക്കാതിരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അന്നേരം സംഭവിച്ച കാര്യങ്ങളാണ്. ഇന്ന് വരെ ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഇടവകയിൽ ഇതുപോലെ കുദാശലം മുടക്കി ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യ പോലും കേരളത്തിലെ ലോകത്തിലില്ല. ചില പുരോഹിതന്മാർ എതിർ നടപടികൾ എടുത്തപ്പോൾ ദൈവം വരെ മാറ്റി, വേറെ പുരോഹിതം വന്നു, അദ്ദേഹം അത് നടത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിവാഹം നടത്തി, ജ്ഞാനസ്നാനം നടത്തി, എല്ലാ കാര്യങ്ങളും ഒരിടത്തും ഒരു കുറവ് വന്നിട്ടില്ല. നിങ്ങൾ ചിന്തിച്ച് ചോദിക്കുമോ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ അത് ദൈവം അപ്പുറത്തെ പരിഹാരം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം കർത്താവിൻ്റേതായതുകൊണ്ടാണ്. ഇവിടെയെല്ലാം നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടപ്പോൾ തീർച്ചയായും കർത്താവ് നോക്കി എത്ര പേര് നിൽക്കും കർത്താവിന് വേണ്ടിയിട്ട്. നെല്ലും പതിരും വേർതിരിക്കപ്പെടുന്ന പോലെ കർത്താവ് വേർതിരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാറ്റത്ത് പറക്കുന്ന പതിര് പോലെ അതിനെ പറന്നുപോയി, പിടിച്ചിരിക്കാൻ പറ്റിയില്ല, ഭയന്നു പോയി അനേകർ. ലോകത്തിൻ്റെ വലയിൽ കുടുങ്ങി അനേകരുടെ സ്വാധീനത്തിൽ മാറിപ്പോയിട്ടുള്ളവരുണ്ട്. പക്ഷേ നിങ്ങൾ ഉറച്ചു നിൽക്കുക, വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ ശക്തരാവുക, കരുത്തരാവുക. ശത്രുവിനെ നമുക്ക് ജയിച്ചേ പറ്റൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സഭയെ തിരിച്ചു പിടിച്ചേ പറ്റൂ, വീണ്ടെടുത്തേ പറ്റൂ. ഇത്രയും വർഷങ്ങൾ, എത്രയോ ആളുകൾ, എത്രയോ കൂട്ടായ്മകൾ നമ്മൾ ഈ 1990, 2000 കാലഘട്ടത്തിലാണ് എത്രമാത്രം ഗ്രൂപ്പുകളുണ്ടായിരുന്നു സഭയിൽ മാറി സ്വന്തമായ വ്യക്തിത്വം വളർത്തിയെടുത്തവർ, പെന്തക്കോസ്ത് വിശ്വാസികൾ എല്ലാവരും പോയില്ലേ? ഇന്ന് ആ ഗ്രൂപ്പുകളൊന്നും എല്ലാം പോയി, നിശ്ചലമായി പോയി, ഒന്നുമില്ല, പലതും നഷ്ടപ്പെട്ടു പോയി. പക്ഷെ കർത്താവ് സ്പിരിറ്റിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്നും കാസൂക്ഷിച്ചിരിക്കുകയാണ് ഉള്ളം കയ്യിൽ. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ പദ്ധതി, ഇത് ജയിപ്പിച്ചു കൊടുത്തേ പറ്റൂ. ഇവിടെ നമുക്ക് ഏറ്റവും നമ്മുടെ ശക്തി, നമ്മുടെ ബലം, നമ്മുടെ കോട്ട, നമ്മുടെ പാറ പരിശുദ്ധ കന്യാമറിയം തന്നെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ, ഇങ്ങനെയുള്ള ഈ കാര്യം ഞാൻ വിചാരിക്കുകയാണ്, ഇന്ന് വസ്തുതയിൽ ഇങ്ങനെ ഒരു പരിശുദ്ധ അമ്മയ്ക്കൊരു സ്വീകരണം കൊടുത്തുകൊണ്ട് മാതാവിനെ വരവേറ്റിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നപ്പോൾ, അത് ഇത് മേരിലാൻഡിൽ ജീവൻ്റെ മണ്ണിൽ ഈ ശുശ്രൂഷ നടത്തപ്പെട്ടപ്പോൾ ഇത് ലോകം മുഴുവൻ്റെ മേലും പരിശുദ്ധ മറിയത്തിന് അധികാരം കടന്നു ചെല്ലുന്നതിനെ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം ഫാത്തിമ മാതാവാണ്, ഫാത്തിമയിലെ മാതാവിനെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു രൂപത്തെ ഇതിനൊക്കെ ഉപരിയായി പരിശുദ്ധ അമ്മയോടെ വന്നിരിക്കുന്നത് ഫാത്തിമ മാതാവ്. ലോകം മുഴുവന് വേണ്ടിയും ഫാത്തിമയിൽ സംസാരിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ അഭിഷേകമാണ് വന്നിരിക്കുന്നത്. ഈ ശുശ്രൂഷയിലൂടെ ഈ അഭിഷേകം ലോകമെല്ലാം കടന്നു ചെല്ലും, സഭയിലുടനെല്ലാം കടന്നു ചെല്ലും. പിശാചിന്റെ വ്യാമോഹങ്ങളെ തകർത്ത് കളയും, അവൻ്റെ തലയെ അവൾ തകർത്ത് കളയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും സാധാരണ ജയിക്കാൻ പറ്റില്ല. പരിശുദ്ധ കന്യാമറിയം മഹത്വപ്പെടും, സ്തുതിക്കപ്പെടും, സർവ്വരാലും അവൾ ആദരിക്കപ്പെടും, സ്നേഹിക്കപ്പെടും, ബഹുമാനിക്കപ്പെടും. ഹല്ലേലൂയ. അവേ മരിയ, അവേ മരിയ, അവേ മരിയ,
അവേ മരിയ, അവേ മരിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. ചേർന്ന് ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ആ മാർഗരേഖയിൽ ഞാൻ ഓടിയോ പറഞ്ഞിട്ടുള്ളതുപോലെ നമുക്ക് ഏറ്റവും സന്തോഷം, അഭിമാനമുള്ള ചില കാര്യങ്ങളായത് വന്നു എന്നുള്ളതാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഉൽപ്പത്തി 3:15 സ്ത്രീ, അത് പരിശുദ്ധ മറിയത്തിൻ്റെ ഫോർ ഷാഡോ എന്നാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കൃത്യം മലയാളം വാക്ക് എന്താ പറയുക? ഫോർ ഷാഡോ, അതായത് മുൻനിഴൽ, അങ്ങനെ പറയേണ്ടി വരും അല്ലേ? പരിശുദ്ധ മറിയത്തെ അവിടെ മുൻകൂട്ടി കണ്ടു. പരിശുദ്ധ മറിയമാണ് ആ 3:15 സ്ത്രീ എന്ന് ഈ പ്രമാണലേഖയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. അത് ദൈവം മുൻകൂട്ടി മറിയത്തെയാണ് കണ്ടത്. ഇത് നമ്മളത്തെ വർഷം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതാരും പറയില്ലായിരുന്നു. പക്ഷെ ആ പ്രമാണലേഖത്ത് അങ്ങനെ ഒരു സത്യം വന്നു. അത് വലിയൊരു കാര്യമാണ്. ഹല്ലേലൂയ. അതുപോലെ വെളിപാട് 12:1 സ്ത്രീ, അതും അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രമാണലേഖ പറഞ്ഞിരിക്കുകയാണ്, അവിടെ ആ സ്ത്രീയെ അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. അത് മറിയമാണ്. അതിന് വ്യക്തമായിട്ട് തെളിവ് പറഞ്ഞിരിക്കുന്നതാണ്. വെളിപാട് 12:5 വചനമാണ്. അവൾ ആൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പതിനോട് ഭരിക്കാനുള്ളവനാണ് അവൻ. ആ ശിശു അത് യേശുവാണെന്നും അതുകൊണ്ട് ആ സ്ത്രീ മറിയമാണെന്നും എന്താണ് സ്പിരിറ്റ് പഠിപ്പിച്ചത് അതേ കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് വലിയ വിജയമാണ്. ഇതൊക്കെ നമ്മൾ സഭയിലെ പണ്ഡിതന്മാരുടെ ഒക്കെ പറഞ്ഞപ്പോഴത്തേ അവർ പറഞ്ഞ് അതങ്ങനെയൊന്നുമല്ല, അതൊക്കെ വേറെ വ്യാഖ്യാനങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുള്ള കാലമുണ്ട്. പക്ഷെ കർത്താവിൻ്റെ വരയിലേക്ക് സഭയെ കൊണ്ടുവന്നു. ആമേൻ, ഹല്ലേലൂയ. അത് വലിയൊരു വിജയമല്ലേ? നമുക്ക് വലിയ വിജയമാണ്. നമ്മുടെ അഭിഷേകത്തിൻ്റെ വലിയൊരു വിജയമാണത്, നേട്ടമാണ്. ഹല്ലേലൂയ. പ്രകാരം ഒരു വാക്ക് ഉപയോഗിക്കരുത്. അത് ഇവരെ പ്രതിപ്പെടുത്താൻ വേണ്ടി ആയിരിക്കും ഞാൻ പറയുന്നില്ല ഇവിടെ. പക്ഷെ അത് ഞാൻ പറഞ്ഞു, അത് പറയാൻ പാടില്ലായിരുന്നു അത്. പക്ഷെ അങ്ങനെ വാക്ക് വന്നു മധ്യസ്ഥൻ. കാരണം അതൊക്കെ ഒത്തിരി എന്താ പറയുക, യേശുക്രിസ്തു ഏക മധ്യസ്ഥൻ, അത് നമുക്കറിയാം, നമ്മൾ കേട്ടു. അത് പാപം മോചിക്കാൻ യേശു മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും പറ്റില്ല മധ്യസ്ഥം വഹിക്കാൻ. നമ്മുടെ പാപം ക്ഷമിക്കണേ എന്ന് നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നത് അല്ലേ? എല്ലാ മനുഷ്യരും ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. അല്ലാണ്ട് ആരെങ്കിലും ലോകത്തിലെ കന്യാമറിയത്തോട് പ്രാർത്ഥിച്ചായിട്ട് കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഇതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ. അപ്പോൾ നമ്മുടെ പാപമോചനത്തിനുള്ള മധ്യസ്ഥനാണ് യേശു ക്രിസ്തു. നമുക്ക് രക്ഷ നൽകുന്ന മധ്യസ്ഥനാണ് യേശു ക്രിസ്തു. ആ കാര്യത്തിൽ യേശു ഏക മധ്യസ്ഥനാണ്. പക്ഷെ നമുക്ക് വേണ്ടി എന്തുമാത്രം മധ്യസ്ഥമാണ് പരിശുദ്ധ വഹിക്കുന്നത്. ഇത് ഞാൻ പറയണത് നിങ്ങൾക്ക് എല്ലാം അനുഭവമുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എന്തുമാത്രം പരിശുദ്ധ മധ്യസ്ഥം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധയുടെ മധ്യസ്ഥം നമുക്ക് എന്നും ഉള്ള കാര്യമാണ്, എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അവൾ മധ്യസ്ഥയാണെന്ന് പറയരുതെന്നാണ് പറഞ്ഞത്. ഞാൻ പറയും അതുപോലും പറയാൻ പാടില്ലായിരുന്നു. അത് പറഞ്ഞ് തെറ്റൊന്നുമില്ല. കാരണം ഈ ഒരു വചനത്തെ, ഈ വചനം ആർക്കും അറിയില്ലേ വചനം. അതാണ് ഈ 1 തിമോത്തി 2:5 വചനം. ദൈവത്തിൻ്റെ മനുഷ്യർക്കിടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, യേശു ക്രിസ്തു. അപ്പോൾ ആ വചനത്തെ അങ്ങനെ കയറി പിടിച്ചിട്ട് അത് വെച്ചുകൊണ്ടാണ് കന്യാമറിയത്തിന് എതിരായിട്ട് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഈ ഏക മധ്യസ്ഥൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതാണ് യെശയ്യാ 53:12 നമ്മൾ കേട്ടത്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മധ്യസ്ഥം വഹിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മധ്യസ്ഥം വഹിച്ചു. അതാണ് മധ്യസ്ഥം. അവിടെയാണ് യേശുവിൻ്റെ മധ്യസ്ഥം ഉള്ളത്. അല്ലായെങ്കിൽ ബാക്കിയുള്ള ഈ എല്ലാ വിശുദ്ധന്മാരെയും എടുത്ത് കളയേണ്ടി വരും. അവരുടെ പ്രാർത്ഥിക്കാൻ പാടാതെ പറയേണ്ടി വരും. കാരണം അവരൊക്കെ മധ്യസ്ഥം വഹിക്കുന്നവരല്ലേ. ഈ അന്തോനിസ്വാമികളൊക്കെ എന്തുമാത്രം ലോകം മുഴുവനുണ്ട്. വിവേനകൾ, ദാശ്രീയുടേത്, ഇതൊക്കെ നിർത്തുമോ സഭ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. അത് കർത്താവ് അവർ കണ്ണു തുറന്ന് കാണാൻ കൃപ കൊടുക്കട്ടെ. ഒരു പക്ഷേ ഇനി വരാമെന്ന് അടുത്ത് ബോപ്പ് വരുമ്പോൾ ബോപ്പ് പറയാണ്, ഇല്ല മാതാവ് ശകരക്ഷയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെ ഓരോ ബോപ്പുമാർ വരുമ്പോൾ മാറ്റി പറയേണ്ടതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്.
സഭയുടെ ഓരോ വിശ്വാസം ഒരു ഉറപ്പുണ്ടാകണം. ലോകത്തിന് മുമ്പിൽ ശരിക്കും അവഗണിക്കപ്പെടുന്ന അവസ്ഥ വന്നു. മറ്റുള്ള ബന്ധുക്കക്കാർക്ക് ഭയങ്കര ആഘോഷമായി. ആരോ എന്നെ വിളിച്ച് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീടിനപ്പുറത്ത് ഒരു ബന്ധുക്ക പള്ളിയുണ്ട്, അവരുടെ ആരാധനയുണ്ട്, ഭയങ്കര ചണ്ടുകൂട്ടും ഭയങ്കര ബഹളമാണ്. കാരണം അവർ പറഞ്ഞത് ജയിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് വീടിരിക്കാൻ പറ്റുന്നില്ല. അപ്പുറത്ത് അവരുടെ പ്രാർത്ഥന ആരാധന ഓർക്കുന്നില്ല. ഈ മെസ്സേജ് വന്നതാണ്. അവർ ഭയങ്കര സന്തോഷമാണ്. ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ദുഃഖമാണ്, വേദനയാണ്. അവർ സന്തോഷിച്ചു. പക്ഷെ അത് വെറുതെ പോയി. ഹല്ലേലൂയ. അത് വെറുതെ പോകും. ഹല്ലേലൂയ. പരിശുദ്ധ മറിയം എന്ന് എല്ലാ കാലവും ഉയർന്നു നിൽക്കും. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യത്തിന് പ്രകീർത്തിക്കും. അമേൻ, അമേൻ. അതെല്ലാ തലമുറയും പ്രകീർത്തിക്കട്ടെ. പ്രധാന വീണ്ടും നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് പ്രിൻസ്. ഞാൻ കട്ടപ്പനയിലാണ്. ഏതാണ്ട് ഒരു 6 മാസക്കാലമായിട്ട് അത്യാവശ്യം നല്ല പ്രശ്നത്തിലാണ് ഞാൻ. എൻ്റെ കൂട്ടത്തിൽ 9 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ സുഹൃത്തിൻ്റെ മകൻ വളരെ പെട്ടെന്നൊരു ദിവസം ഒരു 14 വയസ്സുള്ള പയ്യൻ ആത്മഹത്യ ചെയ്തു. ഞാനും ഈ ചടങ്ങുകൾക്കെല്ലാം പങ്കെടുക്കേണ്ടി വന്നു. അതോടുകൂടി ഇവൻ എൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് വരവ് നിർത്തി. അതോടുകൂടി ഞാൻ വലിയ പ്രശ്നത്തിലായി. എനിക്ക് പകരം ഒരാളെ കിട്ടിയില്ല. എൻ്റെ ഷോപ്പിൽ നല്ല തിരക്ക്, ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ, അതോടൊപ്പം വേറെ ഒന്നിനും എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ തിരക്കുള്ള ഒരു ദിവസം എൻ്റെ ശ്രദ്ധക്കുറവ് എന്തോ എൻ്റെ ഷോപ്പിലെ മെഷീൻ, കട്ടിംഗ് മെഷീൻ തന്നെ ഓണായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് എൻ്റെ വലത്തെ കാലിൻ്റെ തള്ളവിരലിൽ വീണ് തള്ളവിരൽ ലിഗ്മെൻ്റ് പൊട്ടിപ്പോയി. ഈ വയ്യാഴികൾക്കിടയിലും എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നു. വർക്ക്ഷോപ്പിൽ റെസ്റ്റ് എടുക്കാൻ പറ്റാതിരുന്ന കാരണം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ സ്കൂട്ടിയായിട്ട് നടക്കാൻ പറ്റില്ല, അധികം വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്. എന്നാലും കുറച്ച് നേരമൊക്കെ നിന്ന് വേറൊരു ചെറിയൊരു പയ്യനെ കിട്ടി അവനെ വെച്ച് അത്യാവശ്യം ജോലികളെല്ലാം നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ സ്കൂട്ടിയായിട്ട് സ്പെയർ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ഇടത്തെ വശത്തു നിന്നൊരു ബൈക്കുകാരൻ വന്ന് എൻ്റെ സ്കൂട്ടിയിൽ തട്ടി എൻ്റെ പുറകെ വന്ന ബസ്സിൻ്റെ അടിയിലേക്ക് എന്നെ തട്ടിയിട്ടു. ഞാൻ സത്യമായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ മരിച്ചു പോയവനായിരുന്നു. അന്ന് പകൽ പലതവണ അങ്ങനെ അതുവഴി പോയിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ നിലവിളിച്ചുകൊണ്ടിരുന്നു, കർത്താവേ എന്നോട് കരുണ തോന്നണമേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. പലതവണ, ഒരു തവണയല്ല. എനിക്ക് എന്താണെന്നറിയില്ല. ഈ ഒരു കടയുടെ മുമ്പിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞാൻ ബസ്സിനടിയിലേക്ക് പോയി. ഞാൻ എൻ്റെ CCTV നമ്മുടെ SPJ ഇടുക്കി ഗ്രൂപ്പിൽ എനിക്ക് കിട്ടിയത് ഞാൻ കർത്താവിൻ്റെ ദാസന് കാണാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടിരുന്നു. അദ്ദേഹം തിരക്കായതുകൊണ്ട് കണ്ടോ ഇല്ലയോ എനിക്കറിയൂടാ. പക്ഷേ ആ CCTV കണ്ടവരെല്ലാം പറഞ്ഞു, എല്ലാവരും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടത്. എത്രയോ അത്ഭുതകരമായിട്ട് ദൈവം എന്നോട് കരുണ കാണിച്ചു. ഞാനിങ്ങനെ പോയി വീഴുന്ന സമയത്ത് ഞാനിങ്ങനെ പറയുകയാണ്, എൻ്റെ ഈശോയെ, ഞാൻ ഈ പ്രായത്തിൽ ഞാൻ മരിച്ചു പോയല്ലോ. എനിക്കറിയാം, കാരണം ബസ്സിൻ്റെ ടയർ എൻ്റെ തലയുടെ മുകളിൽ കൂടിയാണ് പോകേണ്ടത്. പക്ഷെ കർത്താവ് എന്നോട് വലിയ കാരുണ്യം കാണിച്ചിട്ട് ഒരുപക്ഷെ കർത്താവ് എന്നെ ഒന്ന് പിടിച്ചു, വണ്ടി മാറ്റിവിട്ടു. അത്ഭുതകരമായ ഒരു രക്ഷപ്പെടിയിൽ. ഹല്ലേലൂയ. എനിക്ക് കൃത്യമായിട്ടും അറിയാം, കർത്താവ് സ്പിരിറ്റ് അഭിഷേകം എന്നോട് കാണിച്ച്, എനിക്ക് സത്യമായിട്ടും പലപ്പോഴും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരുന്ന അത്ഭുതങ്ങൾ എത്രമാത്രം ഉണ്ടെങ്കിൽ പോലും എനിക്കിവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല, ധൈര്യവുമില്ല, അർഹതയില്ല. ഞാൻ അങ്ങനെയാണ്. കാരണം ചിലപ്പോഴെല്ലാം എൻ്റെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു സെറ്റ് പ്ലേറ്റ് എൻ്റെ വയ്യാത്ത കാലിൻ്റെ അതേ വിരലിൽ വന്ന് വീണ്ടും ഞാനിങ്ങനെ വിറച്ചുപോയി. ഈ അടുത്ത നാളുകളിൽ നടക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് ജോലി ചെയ്യുന്നു. അങ്ങനെ കഴിഞ്ഞ നമ്മുടെ 8 നോയമ്പ് തിരുനാളിൻ്റെ 7-ാം തീയതി ഇവിടെ ശുശ്രൂഷ കടന്ന് കർത്താവിൻ്റെ ദാസിയുടെ ശുശ്രൂഷ നടക്കുകയാണ്. അതേ ദിവസം അത്ഭുതകരമായിട്ട് നടക്കാൻ പറ്റാത്ത എനിക്ക് ആ ജപമാൽ റാലി മുഴുവൻ നടന്ന് ഒരു കുഴപ്പമില്ലാതെ
അന്ന് കർത്താവ് എൻ്റെ കാലിന് സൗഖ്യം. ഇപ്പോഴും വേദനയുണ്ട്, സാരമില്ല, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഈ വേദനകളിലൂടെ എല്ലാം കടന്നു പോകേണ്ട വ്യക്തിയാണ് ഞാൻ, കാരണം അതിനുള്ള യോഗ്യത എനിക്കുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ പറമ്പിൽ ഒരു പ്രാവശ്യം കയറിപ്പോയപ്പോൾ എൻ്റെ കാലിൻ്റെ വലത് കാലിൻ്റെ പുറകുവശത്ത് കുതികാലിൻ്റെ മുകളിൽ എന്തോ കടിച്ചു. ഞാനൊരു മുള്ളു കൊണ്ടാണെന്നാണ് ഞാൻ ഓർത്തത്. ഒരു ബുധനാഴ്ച കടിക്കുന്നു, പിറ്റേ ദിവസം തൊട്ട് എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ഒരു വല്ലാത്ത ക്ഷീണം. ശനിയാഴ്ച രാത്രിയിൽ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട്, എനിക്ക് വയ്യാത്താണ്, എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ വീടിൻ്റെ അവിടെ കൊണ്ടുവിട്ടത്. ഇതുപോലെ സോക്സ് ഇടും, കാരണം കാല് മുറിവായതുകൊണ്ട് ചെരുപ്പേ കൊണ്ടാ വേദന എടുക്കും. അത് കാരണം ഞാൻ ഈ സോക്സ് ഊരി കഴിഞ്ഞപ്പോൾ കാലിൻ്റെ പുറകിൽ ബ്ലഡാണ്. ഇങ്ങനെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ 3 പല്ലിൻ്റെ പാട് നിൽക്കുകയാണ്. എന്തോ കടിച്ചതുപോലെ 3 പാട്. പിറ്റേ ദിവസം രാവിലെ എഴുന്നിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല, ഞായറാഴ്ചയാണ്. വൈകിട്ട് 4 മണിയുടെ കുർബാന കഴിഞ്ഞിട്ട് അന്നേരത്തെ എനിക്കറിയാം എൻ്റെ നെഞ്ചിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, നിൽക്കാൻ പറ്റുന്നില്ല, നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ വേദന. വിഷകാരം എടുത്തു പോയി, അവർ മരുന്ന് തന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഈ 4-5 ദിവസം അവർ പറഞ്ഞു ഇത് കടിച്ചതാണ്, ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയില്ലോ. അവിടെയും കർത്താവ് വിഷത്തിനും എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കർത്താവ് എന്നോട് കാണിച്ച കാരുണ്യം, എന്നോട് കാണിക്കുന്ന കാരുണ്യം. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഷോപ്പിൽ വെൽഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു തീപ്പൊരി വന്ന് വീണ് എൻ്റെ ഷർട്ട് മുഴുവൻ കത്തി, ഷർട്ടിന് ഫ്രണ്ട് മുഴുവൻ കത്തി. പക്ഷെ എനിക്കൊരു പോറൽ പോലും പറ്റിയില്ല. ഇവിടെ എല്ലാം എന്നെ സംരക്ഷിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം, എൻ്റെ യോഗ്യത കൊണ്ടൊന്നുമല്ല, കർത്താവിൻ്റെ അനന്തമായ കാരുണ്യം. ഞാൻ എന്നേ മരിച്ചു പോയവൻ ഇന്ന് സ്പ്രിഡ്ജീസിലായതുകൊണ്ട് മാത്രം ഇവിടെ വന്ന് നിൽക്കുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നത്, എനിക്ക് ഇവിടെ വന്ന് നിൽക്കാനുള്ള ധൈര്യമില്ല, എനിക്കതിനുള്ള യോഗ്യതയുമില്ല. കർത്താവ് കാണിച്ച എല്ലാ കാരുണ്യത്തിനും, എന്നോട് പിന്നെയും പിന്നെയും കാണിക്കുന്ന ദയയ്ക്കും എല്ലാം നന്ദി പറയുന്നു. ഇന്നേ ദിവസം ആ വിശുദ്ധ ബലിയിൽ ഞാൻ മുഴുവൻ സമയം കരയായിരുന്നു. കാരണം ഒരു 6-7 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകി ശിരസിലേക്ക് ഇറങ്ങി വന്ന് ചെവിയുടെ പുറയിലേക്ക് ഇറങ്ങി വരുന്ന വ്യക്തമായിട്ട് ഞാൻ അനുഭവിച്ചു. കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കോട്ടയം ശുശ്രൂഷയ്ക്ക് 2 ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല നടുവേദന ഉണ്ടായിരുന്നു. ആദ്യം നല്ലൊരു നടുവേദന ഇരിക്കാൻ കഴിയില്ല, നടുവിൽ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ഒരു വീഴ്ച വീണു, എനിക്ക് ഊര കുത്തി വീണ് ഭയങ്കര വേദന, ഭയങ്കര നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വേദനയായിരുന്നു. മരുന്നൊക്കെ വാങ്ങി, പക്ഷേ കുറവുണ്ടായില്ല. ആ വേദനയോടെയാണ് ഞാൻ കോട്ടയം ശുശ്രൂഷയ്ക്ക് വന്നത്. അത്ഭുതമായി നോക്കട്ടെ, എനിക്ക് ആ രോഗശാന്തി ശുശ്രൂഷയിൽ ആ നടുവേദന പൂർണ്ണമായും ആയി. ഇപ്പം എനിക്ക് ഒരു നടുവേദന ഇല്ല. ദൈവത്തിന് നന്ദി പറയുന്നു, ഈശോയ്ക്ക് നന്ദി പറയുന്നു, കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലിജിയ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. കുറച്ചധികം നാൾ മുമ്പ്, ഓൾമോസ്റ്റ് ഒരു 4-5 മന്ത്സ് മുൻപ്, ഞാൻ കുറച്ചധികം നിയോഗങ്ങൾ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈശോയോട് പറഞ്ഞിട്ട് എനിക്ക് സാധിച്ചു തരാൻ വേണ്ടിയിട്ട്. ഞാൻ വളരെയധികം വിഷമിച്ച് കുറച്ച് ഡെസ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇത് സംഭവിക്കുന്നത്. അതിൽ ഫസ്റ്റ് നിയോഗം എന്ന് പറയുന്നത് ഒരു എക്സാമിനെ കുറിച്ചായിരുന്നു. ഒരു ഇൻ്റർനാഷണൽ ലൈസൻസിങ് എക്സാം ആയിരുന്നു, NCLEX എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ എക്സാം ഇച്ചിരി പാടുള്ളൊരു എക്സാമാണ്. പക്ഷെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എൻ്റെ ജോലിയുടെ സാഹചര്യം കാരണം എനിക്ക് ഒരിക്കലും പഠിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ലെക്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്തായാലും എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ മക്കളെ ഓരോ പിള്ളേരെയും പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുവഴി എനിക്കൊരു അനുഗ്രഹമായിട്ട് എൻ്റെ എക്സാം ഒന്ന് പാസ്സാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് എക്സാമിന് ഒരു 1 വീക്ക് മുമ്പ് മാത്രമാണ് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തിരിക്കാൻ പറ്റിയത്. അപ്പോഴും എൻ്റെ വീട്ടിലെ കുറച്ച് സിറ്റുവേഷൻസ് കാരണം എനിക്ക് പഠിക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഈ എക്സാം വളരെ എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് പാസ്സാവുന്ന ഒരു എക്സാമും അല്ല. അപ്പം എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നു, ടോം മുതർ പറഞ്ഞു തന്നൊരു വചനം, നിന്റെ ശത്രു നിന്റെ മേൽ വിജയം വരിക്കാൻ കർത്താവ് അനുവദിക്കില്ല. ആ വചനം എനിക്ക് ഓർമ്മ വന്നു. അത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയാൻ തുടങ്ങി. എന്നിട്ട് എക്സാമിന് ദിവസം വന്നു. അപ്പോൾ ഇതൊരു 5 മണിക്കൂറുള്ളൊരു എക്സാമാണ്. ഈ 5 മണിക്കൂറിനുള്ള 150 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തീർക്കേണ്ടത്. പക്ഷേ ഈ 150 ക്വസ്റ്റ്യൻസും തീർക്കേണ്ട ആവശ്യമില്ല. ചിലപ്പം കുറച്ച് ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ തന്നെ അവർ നമ്മൾ അസസ് ചെയ്തിട്ട് നമുക്ക് അവരെ ഉദ്ദേശിക്കുന്ന ലെവൽ കവർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എക്സാം തന്നെ ഓഫായി പോകും. അപ്പോൾ ഞാനൊരു 85 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഓഫ് ആവും കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആവുന്നുള്ളത്. പക്ഷേ ഇതുവരെയും ഷട്ട് ഡൗൺ ആയില്ല. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും ഞാൻ ഈ വചനവും അതുപോലെ തന്നെ മാതാവിൻ്റെ സ്തോത്രഗീതത്തിലെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണെന്നുള്ള വചനവും പിന്നെ
എന്നെ ശക്തനാക്കുന്നവനോട് എല്ലാം ചെയ്യാം എനിക്ക് സാധിക്കുമെന്നുള്ള വചനവും, ഈ 3 വചനവും ചൊല്ലിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അറ്റംപ്റ്റ് ചെയ്ത് 150 ക്വസ്റ്റ്യൻ വരെ, അതായത് 5 മണിക്കൂർ കർത്താവ് ഒരു ക്ഷീണവും ഇല്ലാണ്ട് എന്നെ എക്സാം എഴുതിപ്പിച്ചു. എക്സാം കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ പാസ്സാവോ ഇല്ലോ എന്ന്, പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഹോപ്പായിരുന്നു. എക്സാം കഴിഞ്ഞിട്ടും ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയോട് പറഞ്ഞു, അമ്മ 5 മണിക്കൂറൊക്കെ എക്സാം എഴുതി കിട്ടുമോ ഇല്ലോ എന്ന് അറിയില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എക്സാം റിസൾട്ട് വരുന്നില്ല. ലാസ്റ്റ് ഞാൻ നമുക്ക് അത് നോക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായി. അപ്പോൾ അത് ഓപ്ഷൻ നോക്കിയപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല, ഞാൻ പാസ്സായി എക്സാം. വളരെ വലിയൊരു ഒരു എൻ്റെ കുറച്ചധികം ഞാനൊരു നേഴ്സാണ്. എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഓൾമോസ്റ്റ് 2 ഇയേഴ്സായിട്ട് വെയിറ്റ് ചെയ്യാണ് ഒരു എക്സാം പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ, എൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ഈ 2 വർഷമായിട്ട് നടക്കാത്ത കാര്യം കർത്താവ് ഓൾമോസ്റ്റ് ഒരു 2-3 മാസത്തിൻ്റെ സമയത്തിൽ എനിക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അതുമാത്രമല്ല വേറെ ഒരുപാട് ഞാൻ നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ഓരോ നിയോഗങ്ങളും ഈ ഒരു 3 മാസത്തിനുള്ളിൽ കർത്താവ് ഓരോന്നായിട്ട് എനിക്ക് നടത്തി തന്നു. അതുപോലെ തന്നെ എൻ്റെ അനിയന് ഒരു സർജറി ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അത് ഇത്രത്തോളം അവന് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ആണ്, അത് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി ആണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം സർജറി കഴിഞ്ഞ് ഡോക്ടർ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അവൻ്റെ CT റിപ്പോർട്ട് ഞാൻ കാണുമ്പോഴാണ് കാണുന്നത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അവൻ്റെ നോസ്. അവന് ബ്രീത്ത് ചെയ്യാൻ വളരെയധികം പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സർജറി കഴിഞ്ഞപ്പോൾ അവൻ വളരെയധികം ഓക്കെയായി, അവൻ്റെ ഈ അസുഖം എല്ലാം മാറി. അങ്ങനെ ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ ഈ 3 മാസക്കാലത്ത് വളരെയധികം കുറേയധികം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ ജീവിതത്തിലെ ഈ അഭിഷേകം ഒത്തിരി അത്ഭുതകരമായി ഇടപെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞോളാം. എൻ്റെ മകൻ വീട്ടിൽ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തിട്ട് ഒത്തിരി വർഷമായി. പക്ഷേ 2 വർഷം മുമ്പ് അവിടെ ഒരു അപസ്മാര രോഗിയായ ഒരു കുട്ടി, ഒരു 17 വയസ്സുള്ളത്, ട്രീറ്റ്മെൻറ്റിന് ചെന്നിരുന്നു. അപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. എൻ്റെ മകൻ ആ കുഞ്ഞ് കയ്യെ പിടിച്ച് ദേഹത്തോട് അടുപ്പിക്കാൻ നോക്കി, അതാണ് പരാതി. പക്ഷേ ആരെങ്കിലൊക്കെ പിന്നെ പറഞ്ഞാണ് ഒരു ഡോക്ടറല്ലേ കയ്യെ പിടിച്ച് നിർത്തുന്നത് നടക്കില്ല. പക്ഷേ പിന്നെ ആ കുട്ടി വേറെ കുറേ പരാതികൾ കൊടുത്തു. പിന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ വേറെ എന്തോ പരാതി കൊടുത്തു. അപ്പോൾ അങ്ങനെ വന്നപ്പം മകനെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ കർത്താവിൻ്റെ ദാസിൻ്റെ അടുത്ത് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് പെട്ടെന്നൊരു മിറക്കിൾസ് റോസറി ഉണ്ടായിരുന്നു. ആ റോസറി കർത്താവിൻ്റെ ദാസൻ സ്റ്റേജിൽ കയറിയിട്ട് ആദ്യം പറഞ്ഞിങ്ങനെയാണ്, ഇന്ന് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ബന്ധനം വഹിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ആശ്വാസവും ഭയങ്കര സന്തോഷവും ഭയങ്കര സമാധാനം തോന്നി. അന്ന് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടാണ് വിട്ടത്, എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇങ്ങനെ മകൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ 9ാമത്തെ ദിവസം ഞാൻ ഒട്ടനെ തന്നെ ജാമ്യം ചോദിച്ചാൽ കിട്ടില്ല. അപ്പോൾ 9ാമത്തെ ദിവസം ആദ്യത്തെ ജാമ്യത്തിന് അപ്ലൈ ചെയ്തു. അന്ന് തന്നെ നിരുപാധികമായി ആ ജാമ്യം കിട്ടി. അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചു. പിന്നെ ഇങ്ങനെ കേസ് നടക്കുമായിരുന്നു. പക്ഷേ ഒരു 3-4 മാസം മുമ്പ് ആ കേസിന് പോക്സോ കോടതി ജഡ്ജി എൻ്റെ മകനെ നിരപരാധിയെ വിട്ടയച്ചു. അതിനകത്ത് ഈ കുട്ടിയുടെ 3 പ്രാവശ്യമുള്ള 3 മൊഴികളും പരസ്പര വിരുദ്ധങ്ങളാണ്. അതിൽ തന്നെയാണ് ആ ജഡ്ജി അത് നിരപരാധികമായി വിട്ടയക്കാൻ കാരണം. അപ്പോൾ എല്ലാ മഹത്വവും ദൈവത്തിന്. കർത്താവിൻ്റെ ദാസൻ്റെ വലിയ പ്രാർത്ഥന, ഞങ്ങളുടെ കണ്ണുനീര്, ഞങ്ങളുടെ പ്രാർത്ഥന സൂസനിക്ക് നീതി നടത്തി കൊടുത്ത് ദൈവം ഞങ്ങൾക്ക് നീതി നടത്തി തന്നു. അതുപോലെ കുറച്ച് മാസം മുമ്പ് എൻ്റെ ഹസ്ബൻഡിന് ഞാനൊരു ശുശ്രൂഷ കഴിഞ്ഞ് വന്നപ്പോൾ പെട്ടെന്ന് ആൾ ഭയങ്കര മാറ്റം. പകൽ നട്ടപ്പാതിരെ കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുക, അത്ര സ്വഭാവങ്ങൾ മാറി. അപ്പം ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിച്ചു, കുറച്ച് മാറ്റം വന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ബന്ധിച്ച് പ്രാർത്ഥിക്കും, ഒരു 6-7 മണിക്കൂർ പ്രശ്നമില്ല. പിന്നെ ഞാൻ കർത്താവിൻ്റെ ദാസിന് ഒരു മെസ്സേജ് ഇട്ടു. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചു. പിന്നെ 4-5 ദിവസത്തേക്ക് ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ. പിന്നെ ഞാൻ വീണ്ടും കർത്താവിൻ്റെ ദാസിന് മെസ്സേജ് പറഞ്ഞു, ചേച്ചിയും പരിശുദ്ധ മറിയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജപമാലയിൽ പ്രാർത്ഥിച്ചോ സ്വതന്ത്രനാണ്. അങ്ങനെ ഞാൻ പിന്നെ ജപമാലയിൽ പ്രാർത്ഥിച്ച് ആൾ വളരെ സ്വതന്ത്രനായി. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് നാളെ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ വെച്ച് ഇച്ചിരി പനി പിടിച്ച് അതൊക്കെ അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുട്ടിന് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. 82 വയസ്സ് ആയാലാണ്. ആ ഓപ്പറേഷൻ കഴിയുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു. അപ്പോൾ ഡോക്ടറും തലേ ദിവസം ഒരു ജൂനിയർ ഡോക്ടർ പറഞ്ഞു, ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 100-ൽ 1-2 പേർക്ക് ഇന്ന കോംപ്ലിക്കേഷൻ വരാം. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഓപ്പറേഷൻ ചെയ്യണമെന്നൊരു പേടിച്ചു പോയി. പിന്നെ കർത്താവിൻ്റെ ദാസിൻ്റെ പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറിനെ എല്ലാം ഏറ്റവും ഭംഗിയായി മനോഹരമായി നടന്നു. ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ അഭിഷേകം, ഇതെല്ലാം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അഭിഷേകം അതിശക്തമായി പ്രവർത്തിക്കുന്ന അഭിഷേകത്തിന് നന്ദി പറയുന്നു. ചെറിയ ദൈവത്തിന് നന്ദി പറയുന്നു. പരിശ്രമിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ദാസിനും ദാസിക്കും ഒത്തിരി നന്ദി പറയുന്നു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. ഈശോയുടെ നാമത്തിന് ഒത്തിരി നന്ദി പറയാണ്. സ്പിരിച്വൽ അഭിഷേകത്തിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മ വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ. അത് ഞാൻ ഏറ്റു പറയണമെന്ന് വെച്ചാൽ, ഞാൻ 2020 ഇവിടുന്ന് ഫാത്തിമ മാതാവിനെ സ്വീകരിച്ച് ഇവിടുന്ന് മാതാവിനെ കൽപ്പറ്റ കൊണ്ടുവന്നു. കൽപ്പറ്റ വന്ന് മാതാവിനെ സ്വീകരിച്ച് എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. മാതാവ് വന്ന് ഗേറ്റ് കടന്നതും ആ മുഴുവനും മുറ്റും പെരയ്ക്കകത്തും ഭവനം മുഴുവനും സുഗന്ധാഭിഷേകം കൊണ്ട് പൂരിതമായി. ഞങ്ങളെല്ലാവരും അഭിഷേകത്തിന് നിറഞ്ഞു. വലിയ സുഗന്ധാഭിഷേകമായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ചെറിയ കുഞ്ഞുമോനെ, അവനൊരു 12ാമത്തെ വയസ്സ് തികയാൻ പോകുന്ന സമയമായിരുന്നു. അവൻ ചെറുപ്പം തൊട്ട് ഒരു ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് എത്ര പ്രാർത്ഥിച്ചിട്ട് മാറിയിരുന്നില്ല. പക്ഷെ അന്ന് പരിശുദ്ധ അമ്മ ഫാത്തിമ മാതാവ് എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് എൻ്റെ മകന് പൂർണ്ണ സൗഖ്യം കൊടുത്തു. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മകൻ ഉറക്കത്തേക്ക് കടന്നു വേണ്ടിയിട്ടില്ല. ഇത്രയും വർഷങ്ങളായി മാതാവിന് നന്ദി പറയാണ്, ഈശോയ്ക്ക് നന്ദി പറയണം, അഭിഷേകത്തിന് നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ നടുവ് മിന്നും, അല്ലെങ്കിൽ കാലിൻ്റെ മുട്ട് മിന്നും. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി വേദന സഹിക്കാൻ വരുമ്പോൾ ആശുപത്രിയിൽ പോയി കാണിക്കും, ഇഞ്ചക്ഷൻ എടുക്കും, പക്ഷേ കുറയില്ല. ഞാൻ കർത്താവിൻ്റെ ദാസിയുടെ ടോക്ക് യൂട്യൂബിൽ വെച്ച് കാണും. അപ്പോൾ കർത്താവിൻ്റെ ദാസരുടെ അഭിഷേകം എന്നിലേക്ക് ഇറങ്ങി വന്ന് എന്നെ സൗഖ്യപ്പെടുത്തും. പൂർണ്ണ വിടുതലാണ് എനിക്ക് തരിക. യേശുവേ നന്ദി, യേശുവേ സ്വദേശികൾ മഹാനാമത്തിൽ. എൻ്റെ പേര് ജെൻസൻ, കൊച്ചി നിന്ന് വരുന്നു. ഒരു മാസം മുമ്പ് എൻ്റെ സഹോദരിയുടെ ഭവനത്തിൽ ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ കുക്കറിൽ കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു. അളിയൻ അത് ഓഫ് ചെയ്യാനായിട്ട് വന്നതിന് ഓഫ് ചെയ്തു. അപ്പം തന്നെ കുക്കർ പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിച്ചപ്പോൾ ഫുള്ള് നിറയെ കപ്പ ഇങ്ങനെ ചിതറിപ്പോയി. ഈ കുക്കറിനെ മൂടി നേരെ മേലോട്ട് പോയിട്ട് അത് അടിച്ചുകൊണ്ടിട്ട് ചുരുണ്ട് വന്നു. ഈ കുക്കറാണെങ്കിൽ അടിയിൽ തെറിച്ചു പോയി. എങ്ങനെയൊക്കെ സംഭവിച്ചെന്നറിയില്ല. കുക്കർ ശരിക്കും ചളിങ്ങി. നേരെ താഴത്തേക്ക് വേണ്ടിയിട്ടാണെന്നറിയില്ല, അടപ്പും തകർന്നു പോയി. വലിയൊരു സ്വരമാണ് കേട്ടത്. അളിയൻ വലിയ വാവിട്ട് കരഞ്ഞു. അപ്പം ഞങ്ങൾ ആ സൗണ്ട് കേട്ടപ്പോൾ പുറത്താണ് സംഭവം എന്ന് വിചാരിച്ചു. പിന്നെ ഈ കരച്ചിൽ കേട്ടപ്പോൾ ഓടി എല്ലാവരും വന്നു. ഇത്രയെല്ലാം സംഭവിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഈ പൊട്ടിത്തെറിച്ചിട്ട് ഇതെല്ലാം മേത്തും കണ്ണിൽ നിറച്ചായി. എല്ലാവരും ഓടിക്കൂടി എല്ലാം കണ്ണ് കഴുകി കളഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ അവരെല്ലാം ക്ലീൻ ചെയ്ത് ഒരു തുള്ളി മരുന്ന് കൊടുത്തു. തുള്ളി മരുന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അളിയൻ പറഞ്ഞു, ഇച്ചിരി കുറവുണ്ട്, നമുക്ക് ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ അളിയൻ പറഞ്ഞു, കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ പ്രോഗ്രാം വെക്കുമായിരുന്നു, ഓഡിയോ വെക്കും. രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ മൊബൈലിൽ ഇത് കേൾക്കുമായിരുന്നു. അപ്പോൾ അളിയൻ തന്നെ പറഞ്ഞു, ഇത് ടോം ബ്രദറിൻ്റെ പ്രെയറാണ് എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു ഈ അഭിഷേകമാണ് അവിടെ സൗഖ്യം നൽകിയത്. ഏതൊരുവിധ കുഴപ്പവും എന്നാൽ മേത്ത് നിറച്ചുണ്ടായിരുന്നു ഈ കപ്പ വീണിട്ട് പൊള്ളൽ. പക്ഷേ ഒരു തൊലി പോലും കൊമളച്ച് അങ്ങനെ ഒന്നും വന്നില്ല. കണ്ണിന് ഏതൊരുവിധ കുഴപ്പമില്ലായിരുന്നു. വലിയ അത്ഭുതങ്ങളാണ് കർത്താവ് പ്രവർത്തിച്ചത്. അത് ഈ അഭിഷേകമാണ് പ്രവർത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.